പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അവന്റെ പോസ്റ്റിംഗ് സോം സരോവർ ഗ്രാമത്തിലായിരുന്നു. അവൻ ഭാര്യ ഭാവികയോടും മകൾ മാനസിയോടുമൊപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. മാനസിമോളെ, നിനക്ക് ഈ വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഗ്രീൻ ഡോറുള്ള റൂമിൽ കിടക്കും. ഇത് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവൾ ആ മുറിയിലേക്ക് പോയി. ആഹാ, എത്ര വലിയ അലമാര! ഇതിൽ എന്റെ എല്ലാ ഡ്രസ്സും വെക്കാൻ പറ്റും. അവൾ അലമാരി തുറക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കത് കഴിഞ്ഞില്ല. അത് ജാമായിരുന്നു. ഇത് അച്ഛന് മാത്രമേ തുറക്കാൻ പറ്റുന്ന തോന്നുന്നേ. നാളെ എന്തായാലും ഇത് തുറപ്പിക്കും. രാത്രിയായപ്പോ മാൻസി അവളുടെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങി. കുറെ കഴിഞ്ഞപ്പോ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൾ കണ്ണു തുറന്നു. ഈ ശബ്ദം ഇത് എവിടുന്നാ വരുന്നത്? വീണ്ടും ശബ്ദം കേട്ടപ്പോ അവൾക്ക് മനസ്സിലായി, അത് വരുന്നത് ആ കബോർഡിനുള്ളിൽ നിന്ന് തന്നെയാണ്. മമ്മി! അവൾ പേടിച്ചു കരഞ്ഞുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് ഓടി. അവരും മാനസിയുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റിരുന്നു. മോളെ, എന്തു പറ്റി? എന്റെ മുറിയിലുള്ള കബോർഡില്ലേ, അതിൽ നിന്നും ആരുടെയോ കരച്ചില് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് അവർ രണ്ടുപേരും മാനസിയുടെ മുറിയിലേക്ക് പോയി. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ മാനസി, ഇവിടെ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. എവരിതിങ് ഈസ് ഓക്കെ മൈ ഡാർലിംഗ്. ഇല്ല പപ്പ, ആ ശബ്ദം ഈ കബോർഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് അതുൽ ആ അലമാര തുറക്കാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ അവൻ അതിന് സാധിച്ചില്ല. അത് മോനെ, ഇത് കുറെ നാളായിട്ട് അടഞ്ഞു കിടക്കയല്ലേ, അതുകൊണ്ടാവും. പോയി കിടന്നുറങ്ങിക്കോളൂ. നീ സ്വപ്നം കണ്ടതാവാനേ വഴിയുള്ളൂ. അവർ പറയുന്നത് കേട്ട് മാൻസി പോയി കിടന്നുവെങ്കിലും അവൾ നന്നായി പേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി ഉച്ചത്തിൽ ആ ശബ്ദം വന്നു. അത് കേട്ട് അവൾ എഴുന്നേറ്റു. അവൾ ആലമാരയ്ക്ക് നേരെ നടന്നു ചെന്ന് അത് തുറക്കാനായി താക്കോൽ ഉപയോഗിച്ചു. ഇപ്രാവശ്യം അത് വേഗത്തിൽ തുറന്നു കിട്ടി. ആ കബോർഡിനുള്ളിൽ നിറയെ വസ്ത്രങ്ങളായിരുന്നു. അപ്പോഴാണ് അവൾ അതിനുള്ളിൽ ഒരു അസ്ഥികൂടത്തെ കണ്ടത്. അത് കണ്ട് അവൾ ആകെ പേടിച്ചു വിറച്ചു. അതുൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഭാവിക അവന് ഭക്ഷണം വിളമ്പുകയുമായിരുന്നു. മാനസി മോളെ, എഴുന്നേക്ക്, ഭക്ഷണം റെഡിയായി. അപ്പോൾ മാനസി അവർക്കരികിലേക്ക് വന്നിട്ട് അവൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. അവളുടെ കണ്ണുകളിൽ അഗ്നി പടർന്ന പോലെയിരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചുപോയി. എനിക്കിത് ഇഷ്ടമല്ല. അവൾ ടേബിളിലിരുന്ന ഭക്ഷണമെല്ലാം താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഗാർഡനിലേക്ക് ഓടിപ്പോയി. അതുലും ഭാവികയും അവൾക്ക് പിന്നാലെ ഗാർഡനിലേക്കെത്തി. അവിടെ കണ്ട ദൃശ്യം അവരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവരുടെ കണ്ണുകൾ മിഴിച്ചു തന്നെ നിന്നുപോയി. മാൻസി ആ മരക്കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. മാൻസി മോളെ, നീ എന്തായി കാണിക്കുന്നത്? അവൾ അട്ടഹസിച്ചുകൊണ്ട് അതുലിന്റെ മേലേക്ക് ചാടി വീണു. അതുൽ നിലത്തേക്ക് വീണുപോയി. ആ സമയം മാനസിയും ബോധരഹിതയായി വീണു. അതുൽ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് പോയി. ഇവളെ ഒറ്റക്കാക്കി നമുക്ക് പോകാനാവില്ല. നീ ഇവളുടെ അടുത്ത് തന്നെ ഇരിക്കും. ഞാൻ വേഗം പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാം. അതുൽ ഡോക്ടറെയും കൊണ്ടുവന്നു. ഡോക്ടർ അവളെ നന്നായി പരിശോധിച്ചു. നോക്കൂ, ഇവളിപ്പോ ബോധമില്ലാതെ കിടക്കുകയാണ്. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. 2 മണിക്കൂറിനകം ബോധം വരും. പിന്നെ അവൾക്ക് ഉണരുമ്പോഴീ മരുന്ന് കൊടുത്തേക്കണം. ഡോക്ടർ അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മരുന്നുകൾ അതുലിന് കൊടുത്തിട്ട് ഡോക്ടർ പോയി. അവനെയും മാധവും മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയം ആരോ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം അവർ കേട്ടു. ഇത് ആരുടെ ശബ്ദമാ? അപ്പോൾ ആരോ ആ വാതിൽ ശക്തിയായി മുട്ടി. ആ വാതിൽ പെട്ടെന്ന് തുറന്നു. ഹലോ മമ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? മാൻസിയുടെ കണ്ണുകളിൽ അഗ്നിനാളങ്ങൾ കാണാമായിരുന്നു. അവളുടെ ശബ്ദം പരുഷവും ഭീകരവുമായിരുന്നു. ആരാ നീ? ആരാണെന്നൊക്കെ മമ്മി തന്നെ പറഞ്ഞു തരും പപ്പാ. ഇത് കേട്ട് അവനെ ഞെട്ടിപ്പോയി. അവൾ പേടിച്ച് വിറക്കാൻ തുടങ്ങി. മാൻസി അവനിയുടെ കഴുത്തിൽ പിടുത്തമിട്ടു. അവൾ അത് വിടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും മാൻസി അവളെ മുകളിലേക്ക് ഇതെന്താ നീ ചെയ്യുന്നേ? ഇതുപോലുള്ള അമ്മമാരോടൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. നിർത്തൂ! മാധവ് മാൻസിയെ തടുക്കാനായി മുന്നോട്ടാഞ്ഞു. മാൻസി തന്റെ കണ്ണുകൾ കൊണ്ട് തീക്ഷ്ണമായി അവനെ നോക്കി.
ആ നോട്ടത്തിൽ അവൻ വായുവിലേക്ക് ഉയർന്നു. എന്നിട്ട് ചുമരിലേക്ക് ചെന്ന് ഇടിച്ചു വീണു. ഏതോ അദൃശ്യ ശക്തി അവനെ ആക്രമിച്ച പോലെ. അവന്റെ കാലിൽ മുറിവേറ്റ് നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതിരുന്നു പോയി. മമ്മി, ഇനി മമ്മിക്ക് സമ്മാനം തരാനുള്ള സമയമായി. ഇത് പറഞ്ഞുകൊണ്ട് അവൾ അവനിയുടെ കൈ പിടിച്ച് ശക്തമായി വലിച്ചുകൊണ്ട് ആ കൈ പറിച്ചെടുത്തു. അതുപോലെ തന്നെ മറ്റേ കൈയും പറിച്ചു മാറ്റി. അയ്യോ, വേണ്ട വേണ്ട! അവൾ അവിടെ വെച്ചിരുന്ന ടേബിൾ ലാമ്പെടുത്ത് അവനിയുടെ തലയിൽ ശക്തമായി പ്രഹരിച്ചു. അതിൽ നിന്നുള്ള വൈദ്യുത പ്രഹരമേറ്റ് അവനി പിടഞ്ഞുപോയി. കുറച്ചു സമയത്തെ പിടച്ചിലിന് ശേഷം അവളുടെ ജീവനേറ്റു. ഇതു കണ്ട് മാധവ് സ്തബ്ധനായിരുന്നു പോയി. അയ്യോ അയ്യോ, വേണ്ട, ഇല്ല, വേണ്ട, അയ്യോ! അവൻ ഏന്തി ഏന്തി കരയാൻ തുടങ്ങി. കാലിലെ മുറിവ് കാരണം അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മാൻസി അവനെ നോക്കി. അവളുടെ ചിരി പതിയെ മാഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, പപ്പ, പപ്പ എന്നോട് ക്ഷമിക്കൂ. ആരാ നീ? നീ എന്റെ ഭാര്യയെ എന്തിനാ കൊന്നത്? പപ്പ, ഞാൻ പപ്പയുടെ മോൻ മോഹിതാണ്. മോഹിത്? എന്റെ മോനെ, നീ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ? പിന്നെ നീ നിന്റെ അമ്മയെ എന്തിനാ കൊന്നത്? പപ്പ, പപ്പ എന്താ എന്നെ ഇത്ര നാളും അന്വേഷിക്കാതിരുന്നത്? പപ്പ എന്നെ ശരിക്കും അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോ രക്ഷപ്പെട്ടേനെ. മോനെ, ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. CID-യുടെയും പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും സഹായം തേടി. പക്ഷെ നിന്നെ ഒരിടത്തും കിട്ടിയില്ല. നീ എവിടെയായിരുന്നു എന്റെ മോനെ? പപ്പയുടെ ഈ പുതിയ ഭാര്യ നമ്മുടെ മുറിയിലെ വലിയ അലമാരയിൽ എന്നെ അടച്ചിട്ടു. എന്നിട്ട് അച്ഛനോട് ഞാൻ സ്കൂളിൽ നിന്നും വന്നിട്ടില്ല എന്ന് കള്ളവും പറഞ്ഞു. ഇവർക്ക് എന്നോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ട് മാധവിന് കൂടുതൽ വിഷമമായി. അവൻ കരയാൻ തുടങ്ങി. പക്ഷെ നീ എവിടെയായിരുന്നു മോനെ? പിന്നെ നീ ഏത് പെൺകുട്ടിയുടെ ശരീരത്തിലായി കയറിയിരിക്കുന്നേ? നിങ്ങൾ ആ വീട് ഉപേക്ഷിച്ചപ്പോ എന്റെ ശരീരം ആ അലമാരയിൽ കിടന്ന് ജീർണിച്ച് നശിച്ച് അവസാനം എന്റെ അസ്ഥിക്കൂടം മാത്രം ബാക്കിയായി. എന്റെ ആത്മാവ് ആ കബേർഡിൽ ബന്ധിക്കപ്പെട്ടു. ഇന്നലെ പുതിയ കുടുംബം ആ വീട്ടിൽ താമസത്തിനെത്തിയപ്പോ ഈ പെൺകുട്ടി അകത്തേക്ക് വന്ന് കബോർഡ് തുറന്നു. അങ്ങനെ എന്റെ ആത്മാവ് ഈ പെൺകുട്ടിക്കുള്ളിൽ കയറിക്കൂടി. നിനക്ക് സംഭവിച്ച ഈ ദുരന്തത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് മോനെ. പക്ഷേ ഇപ്പോ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ വിഷമിക്കുന്നുണ്ടാകും. നീ ഇവളെ വിട്ടുപോ. ഞാൻ ഇവളുടെ ശരീരം വിടാമച്ചാ. ഇപ്പോ തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരം അച്ഛൻ അവിടെ എത്തിക്കണം. ആ കബോർഡിൽ എന്റെ അസ്ഥിക്കൂടം അടക്കം കത്തിച്ചു കളയണം. അപ്പോഴേ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയിൽ നിന്നും എന്റെ ആത്മാവ് പോയിക്കൊള്ളും. ഇത് പറഞ്ഞുകൊണ്ട് മാനസി ബോധരഹിതയായി വീണു. മാധവ് അവളെ എടുത്തുകൊണ്ട് അതുലിന്റെ വീട്ടിലേക്ക് പോയി. ആരാ നീ? എന്റെ മോളെ എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ പേടിക്കണ്ട. ഇവളുടെ ശരീരത്തിൽ കടന്ന എന്റെ മകന്റെ ആത്മാവാണ് ഇവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് മാധവ് അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം അതുലിനും ഭാവികയ്ക്കും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഇത് കേട്ട് അതിൽ പിന്നെ വൈകിച്ചില്ല. മാധവിനോടൊപ്പം ചേർന്ന് ആ കബോർഡ് വീടിന് പുറത്തേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം ആ കബോർഡിന് തീ കൊളുത്തി. ആ സമയം മാനസിക്ക് ബോധം തെളിഞ്ഞു. അവളുടെ ക്ഷീണമെല്ലാം മാറി ഓടി വന്ന് ഗാർഡനിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു.